കർത്താവിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വന്നുയർന്ന നിങ്ങൾക്കെല്ലാവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ തിരുവചനം ഈ രാത്രിയിൽ പഠിക്കുവാനും ദൈവവചനത്തിൽ നിന്ന് കർത്താവ് നമ്മോട് സംസാരിക്കുന്നത് കേൾക്കുവാനുമായിട്ട് നമുക്കൊരുമിച്ച് ആയിരിക്കാൻ ദൈവം ഇടയാക്കിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. യാക്കോബിൻ്റെ ലേഖനം കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് നമുക്ക് പഠിക്കാനായിട്ട് കർത്താവ് കൃപ തന്നു. വി ആർ കമ്മിങ് ടു ദ ക്ലോസ് ഓഫ് ദി എപ്പിസിൽ ഓഫ് ജെയിംസ്. ഹോപ്പ്ഫുള്ളി I think I should complete the study of James epistle today, God willing. ദൈവം അനുവദിച്ചാൽ നമുക്കൊരുമിച്ച് ഈ രാത്രി സമയം വളരെ പെട്ടെന്ന് അവസാന വാക്യങ്ങൾ ഒരുമിച്ച് ഒന്ന് ചിന്തിക്കുവാൻ, ധ്യാനിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. പ്രാരംഭമായിട്ട് യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 17-18 വാക്യങ്ങൾ ദയവായിട്ട് ഒന്ന് വായിക്കുകയും ചില കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ആ വേദഭാഗത്ത് നമുക്ക് ചിന്തിക്കുകയും ചെയ്യാം. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തു നിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഈ വേദഭാഗത്തിൻ്റെ കോണ്ടെക്സ്റ്റ്, ഓഫ് കോഴ്സ് ദ ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ് is the whole paragraph, verses 13 to 18. As we are already aware, every verse in that section mentions the word prayer. In a word, James urges his readers that all life should be lived with the immediate reference to God. All life, bringing its joy to Him in praise, verse 13, and its sorrows to Him in prayer. And when you come to verses 14 and 15, number one, in verses 14 to 15, there is between that verses 14 and 15 and 16, there is a contrast. Number one, in the previous verses, physical illness. And when you come to verse 16, it is spiritual illness that we have seen it last week. If somebody needs to, or somebody wants to have further light on that, please refer to the previous class. നമ്മൾ ചിന്തിച്ചതാകുന്ന വിഷയം, യാക്കോബ് ആ ലാസ്റ്റ് പാർട്ടിലേക്ക് വരുമ്പോൾ വളരെ പ്രായോഗികമായിട്ടുള്ള കാര്യമാണ് താൻ പറയുന്നത്. ആ വാക്യങ്ങൾ നാം നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ 13 മുതൽ 18 വരെയുള്ള എല്ലാ വാക്യങ്ങളിലും നമ്മൾ ആവർത്തിച്ച് കാണുന്ന വാക്ക് പ്രാർത്ഥന എന്നുള്ളതാണ്. ഒരു വാക്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം മുഴുവൻ it should be lived with immediate reference to God. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മുടെ ജീവിതം മുഴുവൻ നമ്മൾ നയിക്കണം. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ വായിക്കുന്നു, നമ്മുടെ സന്തോഷം, ജീവിതത്തിൽ സന്തോഷമുണ്ടെങ്കിൽ നമ്മൾ ആ സന്തോഷം സത്യത്തിൽ കർത്താവിനെ പാട്ടുപാടി മഹത്വപ്പെടുത്തുന്നതിൽ ആ സന്തോഷം ഉണ്ടാകണം. അതാണ് യാക്കോബ് പറയുന്നത്. മറ്റൊന്ന്, നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന എല്ലാ കാര്യങ്ങളിലും നമ്മൾ പ്രാർത്ഥിക്കണം. വി ഷുഡ് പ്രേ. അപ്പോൾ ആ കാര്യം യാക്കോബ് പറയുന്നു. നമുക്കത് ദൈവവചനത്തിൽ പ്രാർത്ഥനയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ നമ്മുടെ ആവശ്യങ്ങൾ നടത്തിത്തരാനുള്ള ഒരു എളുപ്പവഴിയൊന്നുമല്ല പ്രാർത്ഥന. പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ള ആ ബന്ധം, നമ്മുടെ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ് പ്രാർത്ഥന കൊണ്ട് സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ
നമ്മുടെ ഫിസിക്കൽ ഇൽനെസ്, ശാരീരികമാകുന്ന രോഗം, അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് അവിടെ ഒന്നും നമുക്ക് നിൽക്കാൻ ഇന്ന് സമയമില്ല. അത് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ആൻഡ് ഇറ്റ് ഈസ് അപ് ടു ഗോഡ്. ദൈവത്തിൻ്റെ ഇഷ്ടമാണ് നമ്മളെ സൗഖ്യമാക്കുന്നതോ ഇല്ലയോ. പക്ഷേ വി ഹാവ് ടു പ്രേ. നമുക്ക് പ്രാർത്ഥിക്കാം. നിശ്ചയമായിട്ടും കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുശേഷം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വന്നപ്പോൾ, therefore confess your sins to one another. confess your sins to one another എന്നുള്ളത് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. നമ്മൾ ദൈവവുമായിട്ട് അല്ലെങ്കിൽ ദൈവത്തോടുള്ള നമ്മുടെ പാപങ്ങളെ മനുഷ്യരുടെ മുമ്പാകെ ഏറ്റുപറയാനല്ല, പിന്നെയോ മനുഷ്യർ തമ്മിൽ നിരപ്പാകേണ്ട കാര്യങ്ങളെ, ക്ലിയർ ചെയ്യേണ്ടവയെ, നാം ആ കാര്യത്തെ അതിനെ നമ്മൾ കഴിഞ്ഞ ആഴ്ച വിശദമായിട്ടത് കണ്ടു. അത് അത്ര ഈസി ഒന്നും അല്ലെന്ന് നമ്മൾ കണ്ടു. സോറി പറയുന്നതും ഈസി അല്ല, വേറെ ആരെങ്കിലും വന്ന് സോറി പറഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യുന്നതും ഈസി അല്ല. ഇതിന് രണ്ടിനും നമ്മുടെ പ്രൈഡ് നമ്മളെ അനുവദിക്കുകയില്ല. അത് വലിയ പ്രയാസമാണ്. ഇറ്റ് ഈസ് ഈസിയർ സെഡ് ദാൻ ഡൺ. വലിയ ബുദ്ധിമുട്ടാണ്. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു അക്സെപ്റ്റ് somebody's repentance and also to ask for forgiveness. ഇത് രണ്ടും നമ്മുടെ തലക്കനം നമ്മളെ അനുവദിക്കുകയില്ല. അത് വളരെ വ്യക്തമാണ്. ദൈവവചനം നമ്മളെ അത് പഠിപ്പിക്കുന്നു. പക്ഷേ യാക്കോബ് പറയാണ്, ആ സ്പിരിച്വൽ ഇൽനെസ്സിന് പരിഹാരം അതേ ഉള്ളൂ. കൺഫസ് യുവർ സിൻസ് ടു വൺ അനദർ. നമ്മുടെ പാപങ്ങളെ എന്ന് പറഞ്ഞാൽ ദൈവത്തോട് പാപം ചെയ്തവയെ ദൈവത്തോട് ഏറ്റു പറയണം. എന്നാൽ മനുഷ്യനുമായി നിരപ്പാകേണ്ടത് മനുഷ്യനുമായി നിരപ്പാകണം. അതിന് നമ്മൾ പല കുറുക്കു വഴികളും കണ്ടെത്തിയിട്ടുണ്ട്. 31 ഇവിടുത്തെ എനിക്ക് അറിയത്തില്ല, ഇനിയും അടുത്ത വർഷം ഞാൻ പറയാം. ആർക്കെങ്കിലും എന്നോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങ് ക്ഷമിച്ചേന്. എന്തോ എളുപ്പമാണ് അല്ലേ? എന്തെളുപ്പമാണ്. അതൊക്കെ അഹങ്കാരത്തിൻ്റെ ഒരു ഭാഗമാണേ, നമ്മുടെ പ്രൈഡിൻ്റെ ഒരു ഭാഗം. അതെന്താണെന്നൊന്നും ഞാൻ വിശദീകരിക്കും. കാരണം വി ആർ നോട്ട് വില്ലിങ് ടു, നമുക്കൊരു ബോഷനാകാനൊന്നും താല്പര്യമില്ല. പക്ഷേ കർത്താവിൻ്റെ വചനം പറയുന്നത്, until and unless we come God's way, God is not going to heal you. ഫിസിക്കൽ ഹീലിങ്ങിനല്ല അതിനെക്കുറിച്ച് പറയുന്നത്. സ്പിരിച്വലി ഇഫ് യു വാണ്ട് ഹീലിംഗ്, ആത്മീകമാകുന്ന സൗഖ്യം ആവശ്യമെങ്കിൽ യാക്കോബ് പറയുക, കൺഫസ് യുവർ സിൻസ് ടു വൺ അനദർ. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മളത് കണ്ടതാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ, ഇൻഫാക്ട് ദർ ഈസ് നോ സിറ്റുവേഷൻ ഇൻ വിച്ച് പ്രയർ ഈസ് നോട്ട് ദ പ്രോപ്പർ ക്രിസ്ത്യൻ റെസ്പോൺസ്. ദാറ്റ്സ് വാട്ട് ജെയിംസ് ഡ്രൈവ്സ് ഹോം ആസ് ഹി കംസ് ടു ഹിസ് കൺക്ലൂഡിംഗ് പാർട്ട് ഓഫ് ദി എപ്പിസൽ. ഈ ലേഖനത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ യാക്കോബ് he drives home the point that there is no situation in which we find ourselves where prayer is not a right response as far as a child of God is concerned. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏത് സാഹചര്യങ്ങളും പ്രാർത്ഥനയാണ് ഏറ്റവും നല്ല ഉത്തമമായ മാർഗം. ഇന്ത്യയിൽ നിങ്ങൾക്ക് അറിവുണ്ടെന്നറിയില്ല, CMC വെല്ലൂരല്ല, CMC ലുധിയാന പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ? സംബഡി ദർ? ഓക്കെ. CMC ലുധിയാനയിൽ ജോൺ ഹൈഡ് എന്ന ആ മനുഷ്യൻ്റെ പേരിലൊരു റൂമുണ്ട്. അത് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ജോൺ ഹൈഡ് എന്ന് പറയുന്ന മനുഷ്യനെ വിളിക്കുന്ന പേര് പ്രേയിങ് ഹൈഡ് എന്ന. അദ്ദേഹത്തിൻ്റെ ഒരു സവിശേഷത, ആരേലും വല്ല ഗോസിപ്പും കൊണ്ട് വന്നാലും അദ്ദേഹം പറയും, കം ഓൺ, ലെറ്റ്സ് പ്രേ അബൌട്ട് ദാറ്റ്, ലെറ്റ്സ് ബ്രിങ് ഇറ്റ് ഇൻ ടു ഗോഡ്സ് പ്രസൻസ്. അപ്പം ശരിക്കും ഒരു വിഷയത്തെക്കുറിച്ചുള്ള കൺസേൺ ഉള്ള ആളാണെങ്കിൽ പ്രാർത്ഥിക്കാനിരിക്കും. അല്ല ചുമ്മാ ഗോസിപ്പ് പറയാൻ വരുന്ന ആളാണെങ്കിൽ അന്നേരം സ്ഥലം വിടും. ഇത് നല്ലൊരു മാർഗ്ഗമാണ് കേട്ടോ. നമുക്ക് ഈ ഗോസിപ്പ് പറയാൻ മാത്രമല്ല കേൾക്കാനും ഇഷ്ടമാണ്.
നമുക്കൊക്കെ. അങ്ങനെയാണ് നമ്മൾ. അത് നിങ്ങളല്ലെന്നൊന്നും പറഞ്ഞാൽ ഞാൻ സമ്മതിക്കുകയില്ല. ചുരുക്കം ചിലരെ ഞാൻ കണ്ടിട്ടുള്ളൂ. ദേ സ്റ്റിയർ ക്ലിയർ ഓഫ് ദാറ്റ്. വി ഡോണ്ട് വാണ്ട് ടു ടോക്ക് അബൌട്ട് ദാറ്റ്. ഇറ്റ്സ് എ ഗുഡ് തിങ്. പ്രിയപ്പെട്ടവരെ, ഈ ഞാൻ പറഞ്ഞു വരുന്നത്, ദർ ഇസ് നോ ലൈഫ് സിറ്റുവേഷൻ വേർ പ്രേയർ ഈസ് നോട്ട് ദ റൈറ്റ് റെസ്പോൺസ്. അതായത് ഒരു ദൈവ പൈതൽ, അതാണ് യാക്കോബ് പറയുന്ന വിഷയം. ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥനയെന്നുള്ളത് ഒരു ശരിയാകുന്ന പ്രതികരണമല്ലാത്ത ഒരു സാഹചര്യവുമില്ല. എവ്രിതിങ് ഷുഡ് ബി പ്രേയ്ഡ് അബൌട്ട് ഓർ പ്രൈസ് ടു ഗോഡ്. ഒന്നീ പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നമ്മൾ ഈ നാവിനെ കൺട്രോൾ ചെയ്യുന്ന കാര്യമൊക്കെ നമ്മൾ നേരത്തെ ചിന്തിച്ചല്ലോ. ഏറ്റവും നല്ല കാര്യം എന്നാണെന്നറിയാമോ? ഈ പ്രത്യേകിച്ച് ഈ ഗോസിപ്പൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ശരിയാകുന്നതല്ലേ ആത്മാർത്ഥതയോടെ അത് ദൈവസന്നിധാനത്തിൽ വെച്ച് പ്രാർത്ഥിക്കാമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, വി വിൽ നോട്ട്, നമ്മൾ പിന്നെ അതിന് പൊടിപ്പും തൊങ്ങലും ഒന്നും വെച്ച് പറയത്തില്ല. ചിലരുടെ സ്വഭാവം എന്നാണെന്നറിയാം, ആരെങ്കിലും എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ അതിനകത്ത് എരുതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കും, ഒന്നുകൂടെ ചൂട് കയറ്റി കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ദാറ്റ്സ് നോട്ട് ദ ക്രിസ്ത്യൻ. യു ക്ലെയിം ടു പ്രേ, അല്ലേ? പ്രാർത്ഥിക്കുക എന്നാണ് പറയുന്നത്, പക്ഷെങ്കിൽ ചൂട് കയറ്റി കൊടുക്കുക. നോ, അതല്ല ക്രിസ്തീയ റെസ്പോൺസ് എന്നുള്ളത്. അത് നമ്മൾ മനസ്സിലായി. യാക്കോബ് നോക്കുക, as down to earth and as practical man he is. എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം അതിൻ്റെ ആ കൺക്ലൂഡിങ് പാർട്ടിലേക്ക് വരുന്നത്. നമ്മൾ മനസ്സിലാക്കണം. അവിടെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പറഞ്ഞിട്ട് താൻ പറയുകയാണ്, എലൈജായെക്കുറിച്ച് താൻ അവിടെ പറയുക, എലൈജായെക്കുറിച്ച്. അപ്പോൾ പഴയ നിയമത്തിൽ എലൈജായെക്കുറിച്ച് പറയുമ്പോൾ അതിലേറ്റവും സ്ട്രൈക്കിംഗ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയ, ദ മോസ്റ്റ് സ്ട്രൈക്കിംഗ് ഫീച്ചർ അബൌട്ട് when Apostle John quotes the history of Elijah, he is presented here as a man of prayer, as a man of prayer. But he begins, thank God for that. Elijah എന്ന് പറയുന്ന ആ പ്രവാചകൻ, ഹിസ് ലൈഫ്, അതായത് ഇസ്രായേൽ മക്കളുടെ ആ പാരമ്പര്യത്തിൽ എലൈജ എന്ന് പറഞ്ഞാൽ ഒരു ലെജൻഡാണ്, ഒരു ഇതിഹാസമാണ്. ഒരു സാധാരണ മനുഷ്യനൊന്നുമല്ല. കാരണം അദ്ദേഹത്തിൽ കൂടെ ദൈവം ചെയ്ത ശുശ്രൂഷകളും ആ കാര്യങ്ങളുമൊക്കെ പഴയ നിയമം നമ്മൾ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഹിസ്റ്റോറീസ് ഓഫ് ലെജൻഡറി പ്രൊപ്പോർഷൻസ്, ഭയങ്കര ഒരു വലിയ ഇതിഹാസം പോലാണ് ഏലിയാവിൻ്റെ ചരിത്രം നമ്മൾ വായിക്കുന്നത്. എന്നാൽ ഇവിടെ യാക്കോബ് പറയുന്ന അതിനെക്കുറിച്ച് ഒന്നും അല്ലെന്നേ. യാക്കോബ് പറയുന്ന സിമ്പിളായിട്ട്, വളരെ പ്ലെയിനായിട്ട് പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. അവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ വേഴ്സ് 17 ബിഗിൻസ്, അതിൻ്റെ 17-ാമത്തെ വാക്യം ആരംഭിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാണ്. അതോർത്ത് ഞാൻ, ദാറ്റ് ഈസ് വെരി പ്ലെയിൻ ഇൻ ദ ലൈഫ് ഓഫ് എലൈജ. പക്ഷെങ്കിൽ ആ സമസ്വഭാവമുള്ള മനുഷ്യൻ, അദ്ദേഹത്തെക്കുറിച്ച് യാക്കോബ് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ ദൈവത്തോടുള്ള പ്രാർത്ഥനയായിരുന്നു. അത് എന്തുകൊണ്ടാണ് ഏലിയാവ് അങ്ങനെ പ്രാർത്ഥിച്ചത്? നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങൾ ഫസ്റ്റ് കിങ്സ് ചാപ്റ്റർ 17-19 അല്ലേ, ആ ഭാഗം ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, അല്ലേ, ഫസ്റ്റ് കിങ്സ് 1 രാജാക്കന്മാർ 17 തൊട്ടാണ് ഏലിയാവിൻ്റെ ചരിത്രം നമ്മൾ വായിക്കുന്നത്. അവിടെ ഏലിയാവിൻ്റെ എന്താ പറയുന്നത്, അവിടെ തുടങ്ങുമ്പം അദ്ദേഹത്തെക്കുറിച്ച് വലിയ
പ്രസൻറ്റേഷനൊന്നും അവിടെ പറയുന്നില്ല. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ വേദപുസ്തകത്തിലുള്ളതുപോലെ നമ്മളങ്ങ് പിൻപറ്റിയിരുന്ന എത്ര നന്നായിരുന്നല്ലേ. ഈ ചിലപ്പോൾ ഈ സ്റ്റേജിലൊക്കെ നമ്മൾ ആൾക്കാരെ അങ്ങ് പൊക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ എന്താ, അങ്ങനൊന്നുമില്ല. വേദപുസ്തകത്തിൽ പൗലോസിനെ കുറിച്ച് തന്നെ പറയുന്നതന്നെ ബ്രദർ പോളെന്നാണ് വിളിക്കുന്നത്, സഹോദരനാകുന്ന ശൗലെന്നാണ് പറയുന്നത്. നോക്കിയേ, അപ്പോസ്തലനായിരുന്നു. അതുപോലെയാണ് ദൈവത്തിൻ്റെ വചനത്തിൽ ആ ഹിസ്റ്ററി എഴുതി വരുമ്പോൾ നോക്കിയേ, തിശ്ബിയിൽ നിന്നുള്ള തിശ്ബ്യനായ എലിയാവ് എന്ന് പറഞ്ഞ. പക്ഷേ ആ എലിയാവിനോട് നമ്മളവിടെ ആ സ്റ്റോറി നമ്മൾ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ഒരു ദൂത് കൊടുത്തു, അത് എന്ന് പറഞ്ഞു. ഉടനെ പറയുന്നൊരു കാര്യം, ഗോ ഹൈഡ് യുവർസെൽവ്സ്. നോക്കി, Elijah knew his God so much. അതാ എൻ്റെ കാര്യം. ഒരു വലിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ട് അങ്ങോട്ട് ചെന്നു, രാജാവിൻ്റെ സന്നിധാനത്തിലോട്ട് ചെന്നു, പറഞ്ഞു. ഉടനെ കർത്താവ് പറയുക, ഗോ ഹൈഡ് യുവർസെൽവ്സ്. നീ പോയി ഒളിച്ചോളാൻ പറഞ്ഞു. ഇനിയിപ്പം നിന്നെ കാണുകയേ വേണ്ട. അതാണ് സത്യത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതമെന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കുന്ന, നമ്മൾ പറയും ഇന്നാൾ വലിയ വലിയ പ്രാർത്ഥനാക്കാരനാണ്, അല്ലെ ഇന്നാൾ 8 മണിക്കൂർ പ്രാർത്ഥിക്കുന്ന ആൾ. പ്രാർത്ഥിക്കുന്നുണ്ടാകാം, പക്ഷേ എന്നാ പ്രാർത്ഥിക്കുന്നതെന്നുള്ളതാണ് പലപ്പോഴും വിഷയം. കാരണം എന്നാണെന്നറിയാമോ? നമ്മൾ സത്യത്തിൽ നമ്മൾ ദൈവത്തെ അറിഞ്ഞാൽ, ദൈവവുമായിട്ടുള്ള ആ കമ്മ്യൂണിക്കേഷനിലേക്ക് വന്നാൽ, പ്രിയപ്പെട്ടവരെ, we will be changed. We will be changed. കാരണം if I put my hand into this power socket here, ഈ പവർ സോക്കറ്റ് എൻ്റെ കൈവിരലിട്ടേച്ച് I will be changed. ഇല്ലേ? ആ പവർ എന്നിലേക്ക് വരുമ്പോൾ I will be changed, completely changed. So true prayer, truly if you know God, true prayer will inevitably result in you knowing God as He is revealed Himself in the Word. ദൈവവചനത്തിൽ അവിടുന്ന് എങ്ങനെ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നുവോ അതുപോലെ നാം ദൈവത്തെ അറിയാനായിട്ട് തുടങ്ങും. The more we pray, the more we want to know Him. അതുകൊണ്ടല്ലേ അപ്പോസ്തലനായ പത്രോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഗ്രോ ഇൻ ദ നോളജ്, ഇൻ ദ ഗ്രേസ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയിലും പരിജ്ഞാനത്തിലും വളരുവീൻ. ഗ്രോ ഗ്രോ. നമ്മൾ the more we know God, we grow. ഈ തിയോളജി എന്നൊക്കെയുള്ള വാക്ക് കേട്ടാൽ ഭയങ്കര അലർജിയാണ് ചിലർക്ക്. ഞങ്ങൾക്ക് തിയോളജി വേണ്ട, മുട്ടോളജി മതി എന്നൊക്കെ പറയും. അത് വിവരമില്ലാത്തതുകൊണ്ട് പറയുന്നതാണ്, ഒരു ബോധമില്ല, പറയുന്നത് എന്നാന്നേ അറിയത്തില്ല. അതുകൊണ്ടാണ്. എന്താ അത്? ഇനി തിയോളജി എന്നുള്ള വാക്ക് തന്നെ നമ്മൾ എടുത്താൽ തിയോസ് ആൻഡ് ലോഗോസ്. തിയോസ് എന്ന് പറഞ്ഞാൽ ഗോഡ്, ലോഗോസ് എന്ന് പറഞ്ഞാൽ സ്റ്റഡി, ഡിസ്ക്രിപ്ഷൻ എന്നൊക്കെയുള്ള വാക്ക് അർത്ഥമാണ് അതിന്. വേർഡ് എന്നൊക്കെയുണ്ട് ലോഗോസ്. അപ്പോൾ തിയോളജി എന്ന് പറഞ്ഞാൽ യു ആർ നോയിങ് ഗോഡ്, യു ആർ സ്റ്റഡിയിങ് ഗോഡ്. സോ വെൻ ഈ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ we will know God, we will know Him in His word. ദൈവത്തെ അവിടുത്തെ വചനത്തിൽ നമ്മൾ അറിയാൻ തുടങ്ങും. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത്, ഞാൻ യഹോവയെ അവൻ്റെ വചനത്തിൽ പുകഴും. അവൻ്റെ വചനത്തിലാണ്, നോട്ട് ഔട്ട്സൈഡ് ഓഫ് ദാറ്റ്, ദൈവവചനത്തിലാണ്. അപ്പം അങ്ങനെയെങ്കിൽ
ഈ മനുഷ്യൻ്റെ പ്രാർത്ഥനയുടെ ഒന്നാമത്തെ ഫീച്ചർ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ, നമ്മളവിടെ വായിക്കുന്നത് മഴ പെയ്യുകയില്ലെന്നും പറഞ്ഞ് അങ്ങ് പറയുക. ഇതെന്തോ ഔട്ട് ഓഫ് ബ്ലൂ, പുള്ളിക്ക് ഏതാണ്ട് തോന്നി, എന്നാൽ കർത്താവ് പറഞ്ഞതാ, പോയി പറഞ്ഞേക്കാം. അങ്ങനല്ല. പിന്നെ എങ്ങനെയാണെന്നറിയാം? ഒന്ന് വായിച്ചോളൂ. എന്തിൻ്റെ ബേസിസിലാണ് എലൈജ പറഞ്ഞതെന്നുള്ളത് നിങ്ങളൊന്ന് വായിക്കണം. കാരണം ഞാനിത് ആ വാക്യങ്ങൾ എടുക്കുന്നത് എന്നാണെന്നറിയാമോ? ഈ ഏലിയാവിനെക്കുറിച്ചും അബ്രഹാമിനെക്കുറിച്ചും ഒക്കെ പ്രസംഗങ്ങൾ നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട്. പക്ഷേ വചനപ്രകാരം അല്ല. അതുകൊണ്ടാണ് നമ്മൾ വചനത്തിലേക്ക് മടങ്ങി വരണം. ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഏലിയാവ് വന്ന് പറയുക, ഇനി ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഴ പെയ്യില്ല. ഓൺ വാട്ട് ബേസിസ്? റീഡ് Deuteronomy 11, 16 and 17. ആവർത്തന പുസ്തകം 11, 16, 17 വാക്യങ്ങളൊന്ന് വായിച്ചോളൂ. വേറെ 1-2 വാക്യങ്ങളുണ്ട്, ഒന്ന് വായിച്ചോളൂ പെട്ടെന്ന്. Deuteronomy. നിങ്ങളുടെ ഹൃദയത്തിന് ഭോഷത്വം പറ്റുകയും നിങ്ങൾ നേർവഴി വിട്ട് അന്യ ദൈവങ്ങളെ സേവിച്ച് നമസ്കരിക്കുകയും ചെയ്യാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. അതാണോ ആ വാക്യം? ആവർത്തനം. അല്ല, ഞാൻ യഹോവയുടെ ക്രോധം നിങ്ങളുടെ നേരെ ജ്വലിച്ചിട്ട് മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ ആകാശത്തെ അടച്ചു കളയുകയും ഭൂമി അനുഭവം തരാതിരിക്കുകയും യഹോവ. അപ്പൊ ഇറ്റ് ഈസ് ഓൾറെഡി there in the word. ഓൾറെഡി ഉള്ള കാര്യമാണ്. അല്ലാതെ ഇല്ലാതെ ഒരു കാര്യം ഒരു പുതിയ വെളിപ്പാടും കൊണ്ട് ഇങ്ങോട്ട് വന്നതല്ല എലയാവ്. ഈ വേദഭാഗത്ത് പറയുന്ന അതേ കാര്യമാണ്. അതിന്റെ 16-ാം വാക്യം ഒന്ന് വായിച്ചേ ഒന്നുകൂടെ. നിങ്ങളുടെ ഹൃദയത്തിന് ഭോഷത്വം പറ്റുകയും നിങ്ങൾ നേർവഴി വിട്ട് അന്യ ദൈവങ്ങളെ സേവിച്ച് നമസ്കരിക്കുകയും ചെയ്യാതിരിപ്പാൻ. എക്സാക്ട്ലി ഇതാണ് അന്ന് സംഭവിച്ചത് ആഹാബിന്റെ കാലത്തെക്കുറിച്ച്, ദ ലൈഫ് ആൻഡ് ടൈംസ് ഓഫ് ഏഹബ് ദ കിങ്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്. എന്താ പറയുന്നത്? there was no king. 1 Kings chapter 16 verse 33. നോക്കിയേ, he sold himself out എന്ന ആ ഒരു വാക്യം പറയും. he sold himself out. മറ്റൊരിടത്ത് പറയുന്ന അങ്ങനെ, sold himself to serving idols and leading the people of Israel astray from serving Yahweh. യഹോവയെ സേവിക്കുന്നതിൽ നിന്നും ഇസ്രയേലിനെ വഴിതിരിച്ച ഏഹബിനെ പോലെ ഒരു രാജ ഉണ്ടായിട്ടില്ല. ദൈവത്തെ കോപിപ്പിച്ച ആ മനുഷ്യൻ. So the man of prayer is also a man of the word. രണ്ടും ഒന്നിച്ചു പോകുന്ന. If you truly pray, you want to know to whom you are praying. അല്ലേ? ഞാൻ ആരോടാ പ്രാർത്ഥിക്കുന്നതെന്നുള്ളത് എനിക്ക് അറിഞ്ഞേ പറ്റൂ. അല്ലാതെ ചുമ്മാ വാക്വമിൽ അങ്ങ് പ്രാർത്ഥിക്കുകയല്ല. I know him. എലൈജയുടെ ആ സവിശേഷത നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, why did he pray as he did? He knew the living God. He knew him. And he knew the scriptures well. And he had prayed to God that God would keep his word. God had promised to do this. ഇത് ചെയ്യുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇനിയും അനേക വേദഭാഗങ്ങളുണ്ട്. ആവർത്തന പുസ്തകം 28-ന്റെ 23 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ, അതുകൂടാതെ 2 ദിനവൃത്താന്തം 7-ന്റെ 13 മുതൽ 14 വരെയുള്ള വാക്യങ്ങളൊക്കെ നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവിടെ പറയുന്നത്, പിന്നീട് മനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ, താഴ്ത്തിയാൽ, I will do this, I will heal the land. See, ഇതാണ് സത്യത്തിൽ സംഭവിക്കുക. അപ്പോൾ അവിടെ ചെന്ന് ആ ദൂത് പറഞ്ഞു. He was praying about it all the while. He was listening to God's word all the while.
He's a man of prayer. He's a man of the word. And he knew his God. ദൈവത്തെ അറിയാവുന്ന മനുഷ്യൻ. ആ മനുഷ്യനെക്കുറിച്ചാണ് എലിയാവിനെക്കുറിച്ച് പറയുന്നത്. നോക്കിയേ, അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അതുമാത്രമല്ല, നമ്പർ 1, he knew his God. Secondly, Elijah knew his inadequacy and God's adequacy. ഈ രണ്ട് കാര്യങ്ങളും എലിയാവിന് അറിയാമായിരുന്നു. നമുക്കറിയാം, എലിയാവിൻ്റെ ആ കാര്യം, സി ഇഫ് വി നോ, നമുക്ക് നമ്മുടെ ഇന്നാഡിക്വസി ശരിക്കും നമ്മൾ മനസ്സിലാക്കിയെങ്കിലേ ദൈവത്തോട് നമ്മൾ ആ നിലയിൽ പ്രാർത്ഥിക്കത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ, if we know that a person is being saved is not a matter of somebody deciding for Christ, rather God opening his eyes, convicting him of sin and righteousness and judgment, and raising him from spiritual death to life, we would pray more earnestly. അതായത് ഒരു വ്യക്തിയുടെ മാനസാന്തരത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മളെന്താ പറയുന്നത്? കർത്താവേ, അങ്ങയ്ക്കല്ലാതെ ആ ആളിൻ്റെ കണ്ണ് തുറക്കാൻ കഴിയുന്നതല്ല. രക്ഷയെന്നുള്ളത് അവിടുത്തെ ദാനമാണ്. അവിടുന്ന് കണ്ണ് തുറന്നാലേ ഇത് പറ്റത്തുള്ളൂ. അവിടുത്തെ പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ആ വ്യക്തിയെ കൺവിക്റ്റ് ചെയ്ത് ആ വ്യക്തിയെ ആത്മീക മരണത്തിൽ നിന്ന് ഉയർപ്പിക്കാതെ ഇതൊന്നും സംഭവിക്കുകയില്ല. അതുകൊണ്ടല്ലേ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നമ്മെ കർത്താവ് എന്ത് ചെയ്തു? ഉയർപ്പിച്ചു. ഗോഡ്സ് ഇൻ്റർവീനിങ്, അതാണ് മനുഷ്യനാൽ അസാധ്യമാകുന്ന കാര്യം ദൈവത്താൽ സാധ്യം. എലൈജായ്ക്ക് എപ്പോഴും അറിയാവുന്ന ഒരു കാര്യം, ഹി ഓൾവേസ് ന്യൂ ഹിസ് ഇന്നാഡിക്വസി. അതുകൊണ്ടല്ലേ കർത്താവ് പറഞ്ഞത്, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ ഇവിടെ നമ്മൾ കാണുന്ന ഒരു എലൈജയുടെ ആ ചരിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, എലൈജ പിന്നെ പ്രാർത്ഥിക്കുന്നു ആ തൻ്റെ ഡിസപ്പോയിൻമെൻറ്റിൽ. അവിടെയാ എലിയാവിനെ നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനെന്നുള്ളത് കൂടുതൽ എവിഡൻ്റായിട്ട് കാണാൻ കഴിയുന്നത്. അത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് പിന്നെ അദ്ദേഹം ഓടിപ്പോയിട്ട് ചൂരച്ചെടിയുടെ കീഴിൽ മരിക്കാനായിട്ട് കിടന്നു. ആൻഡ് he prayed for death. He prayed for death. എന്നെ അങ്ങ് എടുത്തുകൊള്ളണം. പക്ഷേ ആ വേദഭാഗം ഞാൻ വായിക്കുമ്പോൾ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് തിങ് ഈസ് അബൌട്ട് എലൈജാസ് ലൈഫ്, ഹി പ്രേഡ് ഫോർ ഡെത്ത് ബട്ട് ഹി ഡിഡ് നോട്ട് സീ ഡെത്ത്. എന്തൊരു ഇൻട്രസ്റ്റിംഗ് അല്ലേ? മരിക്കണമെന്ന് പ്രാർത്ഥിച്ച ആള് മരണം കാണാതെ എടുക്കപ്പെട്ടെന്നാ ദൈവവചനം നമ്മൾ വായിക്കുന്നത്. സി, അതാ ഞാൻ പറയുന്നത്, വെൻ വി പ്രേ God works in beautiful way, more than we imagine. നമ്മൾ ചിന്തിക്കുന്നത് അതാ യാക്കോബ് പറയുന്നത്. ആ ഇലസ്ട്രേഷൻ ആ 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ, ആ കൺക്ലൂഡിങ് പാർട്ടിൽ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞിട്ട് അവസാനത്തെ വാക്യങ്ങളിൽ ഏലിയാവിനെക്കുറിച്ച് പറയുന്നതിലൂടെ യാക്കോബ് ഇവിടെ പറയുന്നൊരു കാര്യം ഇതാണ്. സി, പ്രാർത്ഥനയെന്നുള്ളത് ഇറ്റ് ഈസ് എ സിമ്പിൾ തിങ്, ബട്ട് ഇറ്റ് ഈസ് സച്ച് എ പ്രൊഫൗണ്ട് തിങ്. ദ റിസൾട്ട് ഓഫ് പ്രയർ ഈസ് ബിയോണ്ട് അവർ ഇമാജിനേഷൻ. നമ്മുടെ ചിന്തയ്ക്കപ്പുറമാണ് പ്രാർത്ഥന. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നു, ദൈവം ഉത്തരം തരുന്നു. നമ്മൾ പറയുന്ന പോലല്ല, നമ്മൾ പറയുന്ന പോലൊന്നുമല്ല. നമ്മൾ പറയുന്ന പോലൊന്നുമല്ല. പിന്നെന്താ? ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം, ദൈവത്തിൻ്റെ താല്പര്യപ്രകാരം. പക്ഷെങ്കിൽ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ നമ്മൾ മനസ്സിലാക്കണം? പ്രേ.
നമ്മൾ if we face circumstances in life, pray, which is beyond our capacity. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്കപ്പുറം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രാർത്ഥിക്കുക. If one man's heart is hardened against the prompting of the Holy Spirit, pray. God can change that person. Only God can change a hard heart. കാഠിന്യമുള്ളൊരു ഹൃദയം. നമ്മൾ പറയുന്നത് എന്നറിയോ? എന്നോട് പലരും പറയാറുണ്ട്, ഉപദേശി ഇതൊന്നും ഇവിടെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ഇതെല്ലാം തദൈവ. ആദ്യം കേൾക്കുമ്പോൾ എനിക്കൊരു ഒരു 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 അൺഈസിനെസ് തോന്നുമെങ്കിലും ഞാനെന്തിനാ അത് കേട്ടിട്ട്? God sent me here, God led me thus far, and He gave me the word. ഞാനാണോ ചെയ്യുന്നത്? It is God. Why should I worry about the result? ഞാനെന്തിനാ റിസൾട്ടിനെ കുറിച്ച് ഭാരപ്പെടുന്നത്? ദൈവമല്ലേ. ഞാനതാ പറയുന്നത്. When we pray to an almighty. It is a very simple message, but it is a profound and powerful message. അത് നമ്മൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, whatever is our situation, let it drive us to prayer. Anything. അതാ നമുക്കുള്ള ഏറ്റവും വലിയ in fact, prayer, when you pray for each and everything, it admit that when I pray, I admit my need is total. I can do nothing about a situation. It is God who will do it. പ്രിയപ്പെട്ടവരെ, അതാണ് ഈ വേദഭാഗത്ത് നിന്ന് യാക്കോബ് നമ്മളെ പഠിപ്പിക്കുന്നതാകുന്ന കാര്യം. നമ്മളത് മറന്നു പോകരുത്. നമ്മൾ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾ ആ വേദഭാഗത്ത് നമുക്ക് നിൽക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിച്ചല്ലോ. നമ്മൾക്ക് അടുത്ത വാക്യങ്ങളൂടെ വളരെ പെട്ടെന്ന് ഒന്ന് പറഞ്ഞ് ഞാൻ ഈ പഠനം അവസാനിപ്പിക്കാനാണ് താല്പര്യപ്പെടുന്നത്. നമ്മൾ ആ അടുത്ത 2 വേദഭാഗങ്ങളൂടെ ദയവായിട്ടൊന്ന് വായിപ്പാനായിട്ട് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. സഹോദരന്മാരെ, നിങ്ങൾ ഒരുവൻ സത്യം വിട്ട് തെറ്റിപ്പോകുകയും അവനെ ഒരുവൻ തിരിച്ചു വരുത്തുകയും ചെയ്താൽ പാപിയെ നേർവഴിക്കാക്കുന്നവൻ അവന്റെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും പാപങ്ങളുടെ ബഹുത്വം മറയ്ക്കുകയും ചെയ്യുമെന്ന് അവൻ അറിഞ്ഞുകൊള്ളട്ടെ. നോക്കുക, അടുത്ത ആ കൺക്ലൂഡിങ് വേഴ്സസ് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തോന്നും മുകളിൽ പറഞ്ഞതുമായിട്ടൊന്നും ഒരു കണക്ഷനും ഇല്ലെന്ന് തോന്നും. പക്ഷേ സത്യത്തിൽ അവിടെയുള്ള പ്രധാനപ്പെട്ട കണക്ഷൻ എന്താണെന്നറിയാമോ? ആ വേദഭാഗങ്ങളെല്ലാം തന്നെ നമ്മുടെ ആ മ്യൂച്വൽ മിനിസ്ട്രിയെക്കുറിച്ചാണ് പറയുന്നത്. പ്രയർ ഈസ് ദ വൺ തിങ്. നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു ശുശ്രൂഷയാണ് പ്രാർത്ഥന. അതുപോലെ തന്നെ ഒരു ഫെലോഷിപ്പിൽ there is the mutual ministry of restoration. We pray mutually. മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ നമ്മുടെ നമ്മൾ നിരപ്പാകേണ്ട കാര്യങ്ങളെ അന്യോന്യം പാപം ഏറ്റുപറയുന്നു. അന്യോന്യമുള്ളതാകുന്ന ആ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളവിടെ വായിക്കുന്നത്. ഇവിടെ നാം ഈ ഭാഗം ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ there is the possibility of a professing Christian straying from the truth both doctrinally and morally. അവിടെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ 2 വാക്യങ്ങളിൽ 2 കാര്യങ്ങൾ ഒന്നിനോടൊന്ന് ചേർത്ത് പറയുന്നുണ്ട്. അതായത് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, സഹോദരന്മാരെ, നിങ്ങളിൽ ഒരുവൻ സത്യം വിട്ട് തെറ്റിപ്പോകുകയും അവനെ ഒരുവൻ തിരിച്ചു വരുത്തുകയും ചെയ്താൽ, എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറയുക, പാപിയെ നേർവഴിക്കാക്കുന്നവൻ അവൻ്റെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു. അപ്പോൾ ഈ സത്യം വിട്ട് തെറ്റിയാൽ എല്ലാം തെറ്റും. അതിൻ്റെ കാരണം എന്തുവാ? ഞാൻ 1-2 വാക്യങ്ങൾ നിങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക. സത്യം വിട്ട് തെറ്റുക എന്ന് പറഞ്ഞാൽ, നമ്മളാരും ചിന്തിക്കരുത് കുറേ ഹെഡ് നോളജ് ഉണ്ടാക്കി വെച്ചേച്ച്
അങ്ങനെയുള്ള ചിലരുണ്ട്. എവിടുന്നേലുമൊക്കെ എന്തെങ്കിലുമൊക്കെ വായിച്ച് പഠിച്ച് ഭയങ്കര നോളജാണ്, പ്രസംഗിക്കാൻ പറഞ്ഞാൽ പ്രസംഗിക്കും, എല്ലാം ചെയ്യും. പക്ഷേ ഇറ്റ് ഡസൻ, അത് ഹൃദയത്തിലോട്ട് വരുന്നില്ല, അത് തലയിലിരിക്കുക. ഹെഡ് നോളജ് ഉണ്ടാക്കാനായിട്ട് പറ്റും, പക്ഷെങ്കിൽ അത് ജീവിതത്തിലേക്ക് വരണം. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം നമ്മളവിടെ മനസ്സിലാക്കണം. ഇവിടെ എന്താണ് യാക്കോബ് പറയുന്ന ഒരു കാര്യം? സി, ട്രൂത്ത് ആൻഡ് ഗോഡ്ലിനെസ് ബിലോങ് ടുഗദർ. മറക്കരുത്, അത് വചനം വളരെ വ്യക്തമാണ്. നിങ്ങളാരും ചിന്തിക്കരുത് അയാൾ വലിയ ഭക്തനാണ് കേട്ടോ, അയാൾ ഭയങ്കര ഭക്തനാണ്, ഭയങ്കര ആത്മീയനാണെന്നേ, പക്ഷെ പുസ്തകം അറിയത്തില്ല, ചുമ്മാതാ. അത് നല്ല മനുഷ്യനാണ് അദ്ദേഹം, അത്രയേ ഉള്ളൂ. ഹീസ് എ ഗുഡ് മാൻ. മേ ബി ലോകപ്രകാരം അങ്ങനെ ഗുഡ് മാൻ എത്രയോ പേരുണ്ട്. നമ്മളെക്കാളും നല്ല മനുഷ്യരില്ലേ പുറത്ത്? ഇല്ലേ? നമ്മളെക്കാളും നല്ല മനുഷ്യരില്ലേ? അപ്പോൾ നല്ല മനുഷ്യരും സ്പിരിച്വൽ മെച്യൂരിറ്റിയും രണ്ടാണ്. പക്ഷേ സ്പിരിച്വൽ മെച്യൂരിറ്റി വരുന്ന ഒരാൾ നല്ല മനുഷ്യനായിരിക്കും. If a man is truly filled with the Spirit and if he is maturing in Christ, he'll be a good man. അതുകൊണ്ടല്ലേ ബർന്നബാസിനെ കുറിച്ച് പറയുമ്പോൾ അവനൊരു നല്ല മനുഷ്യനായിരുന്നെന്നാണ് പറയുന്നത്. Why? Because he is a spiritual person. If a person, സ്പിരിച്വൽ എന്ന് പറയുന്ന അവിടെ സ്പിരിച്വൽ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് മെച്വർ, ക്രിസ്ത്യൻ മെച്യൂരിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. വേറൊരർത്ഥത്തിൽ ആത്മീയനെന്ന് പറഞ്ഞാൽ വീണ്ടും ജനിച്ചവൻ എന്ന അർത്ഥത്തിൽ വേദപുസ്തകം ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ ഈ കാര്യം നമ്മളൊന്ന് ശ്രദ്ധിച്ചേ. ഇവിടുത്തെ എറർ എന്താ? സത്യം വിട്ട് തെറ്റിയാൽ എന്താ സംഭവിക്കുന്നത്? ഒന്ന് രണ്ട് വാക്യങ്ങളൊന്ന് ഞാൻ നിങ്ങളുടെ മുൻപാകെ, ചില വേഴ്സസ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുക. തീത്തോസ് 1:1 ഒന്ന് വായിച്ചോളൂ. തീത്തോസ് 1:1. ടൈറ്റസ് 1:1. നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ കൽപ്പന പ്രകാരം എന്നെ ഫരമേൽപ്പിച്ച പ്രസംഗത്താൽ തക്ക സമയത്ത് തന്റെ വചനം വെളിപ്പെടുത്തിയ ഭോഷ്കില്ലാത്ത ദൈവം സകല കാലത്തിനു മുമ്പേ വാഗ്ദത്തം ചെയ്ത നിത്യജീവന്റെ പ്രത്യാശ ഹേതുവായി തന്റെ വ്രതന്മാരുടെ വിശ്വാസത്തിനും ഭക്തിക്കനുസാരമായ സത്യത്തിന്റെ പരിജ്ഞാനത്തിനുമായി. ആ വാക്ക് ശ്രദ്ധിക്കണം. ഭക്തിക്കനുസാരമായ സത്യത്തിന്റെ. Okay, somebody read in English. Somebody read in English, please. And an apostle of Jesus Christ, according to the faith of God's elect, and the acknowledgement of the truth. Yeah, and the acknowledgement or their knowledge of the truth. Sradhiche, knowledge of the truth that leads to godliness. Knowledge of the truth that will lead you to godliness. അപ്പം ഗോഡ്ലിനെസ്സിൻ്റെ ബേസിസ് എവിടാന്നുള്ളത് മനസ്സിലാക്കണം. നമ്മളതങ്ങ് വേർതിരിക്കും. വലിയ ഇവിടെയാണ് ദൈവവചന പഠനം. നോക്കി, ഗോഡ്ലിനെസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്ത ഒരു ദിവസം സുപ്രഭാതത്തിൽ ഇങ്ങോട്ട് വന്ന് കുറേ നേരം പാട്ട് പാടി സന്തോഷിച്ച് കൈയടിച്ച് പോകുന്നത് ആ ഗോഡ്ലിനെസ് എന്നാണ് പലരുടെയും ചിന്ത. ചിലർ പറയുന്നത് ഇന്നൊരു അന്തരീക്ഷമില്ലായിരുന്നു എന്നൊക്കെ പറയുന്നവരുണ്ട്. എന്നാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എവിടാ ഈ അന്തരീക്ഷം വേണ്ടത്? അന്തരീക്ഷം ഇല്ലെങ്കിൽ അതിൻ്റെ കാരണം എന്തുവാ? Truth shall lead to godliness. അതുകൊണ്ടാണ് യാക്കോബ് ഇവിടെ പറയുന്നത്, ഒരുവൻ സത്യം വിട്ടാൽ എന്തോ പറ്റി? തെറ്റിപ്പോയി. സത്യം വിട്ടാൽ തെറ്റിയെന്നേ. നമ്മൾ ചിന്തിക്കുന്നത് ഈ സത്യമെന്നുള്ളത് യാക്കോബ് പല പ്രാവശ്യം ഉപയോഗിക്കുന്നുണ്ട്. ഒരു ഉദാഹരണം ഒന്ന് ശ്രദ്ധിച്ചേ. നമ്മൾ ചില വേദഭാഗങ്ങൾ പെട്ടെന്നൊന്ന് കാണാം. എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ടല്ലോ. 1:18 വായിച്ചേ. സത്യമെന്ന് പറ. സത്യത്തിൻ്റെ വചനത്താൽ നമ്മളെ എന്ത് ചെയ്തു? ജനിപ്പിച്ചിരിക്കുന്നു.
സത്യമെന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ട്രൂത്ത്? ട്രൂത്ത് ഈസ് ഗോഡ്സ് വേർഡ്. സത്യമെന്ന് പറയുന്നത് ദൈവവചനമാണ്. അപ്പോൾ ഒരുവൻ സത്യം വിട്ട് തെറ്റിയാൽ അവൻ തെറ്റിയെന്നാ സാരം. സത്യം, ഡീവിയേഷൻസ്, ചെറിയ ഡീവിയേഷനായിട്ട് പലരും അവിടുത്തെ ഭയങ്കരമാണ്, അവിടെ പച്ചലയും കത്രികയും പോലാന്നൊക്കെയാണ് ചിലർ പറയുന്നത്. ചില സർക്കിൾസിലെ ഭാഷയാകട്ടോ, എനിക്ക് അതെന്നാ മനസ്സിലായില്ല, അതെന്നാ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായില്ല. എനിവേ അങ്ങനെ ഒരു ഭാഷയുണ്ട്, അതുപോലാണ് കേട്ടോ. നോ, ട്രൂത്ത് ഉണ്ടെങ്കിൽ, ഗോഡ്സ് വേർഡ് ഉണ്ടെങ്കിൽ, ദാറ്റ് വിൽ ലീഡ് യു ടു ഗോഡ്ലിനെസ്. സത്യത്തിൻ്റെ പരിജ്ഞാനമായ ഭക്തിയിലേക്ക് നയിക്കും. ഡിവോഷൻ ടു ഗോഡ്. അത് കേവലം അക്കാഡമിക് എക്സർസൈസ് അല്ല, അക്കാഡമിക് എക്സർസൈസ് അല്ല. ഞാനതാ പറയുന്നത്. പല സന്ദർഭങ്ങളിലും എനിക്കിപ്പോൾ ഈ ടാലൻറ്റ് ടെസ്റ്റ് എന്ന് പറയുന്ന പരിപാടിയോട് എനിക്കങ്ങ് ഒരു വല്ലാത്ത അവേർഷൻ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്നാണെന്നറിയാമോ? ഈ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ വേഴ്സസ് പഠിപ്പിച്ചു വിടും. എന്തിനാ? അവിടുത്തെ അപ്പുറത്തെ മത്തായിച്ചൻ 50 വാക്യം, മോനെ നീ 75 പറഞ്ഞോണം കേട്ടോ. മത്സര മനോഭാവം കുത്തിവെക്കുക അല്ലാതെ ഇത് ഉള്ളിലോട്ട് കയറുന്നേയില്ല. എന്നാൽ സൺഡേ സ്കൂളിൽ കുഞ്ഞുങ്ങളെ ബൈഹാർട്ട് ചെയ്യിക്ക് വാക്യങ്ങൾ അല്ലേ? ഞാനീ പറഞ്ഞു ദ നോളജ് ഓഫ് ദ ട്രൂത്ത്, അതാ ഞാൻ പറയും. അപ്പോൾ ആ നോളജ് ഓഫ് ദ ട്രൂത്ത് ശരിയാകുന്ന നിലയിൽ ഉള്ളിലൊക്കെ വന്നാൽ ഇറ്റ് വിൽ ലീഡ് യു ടു ഗോഡ്ലിനെസ്. അതാണ് നമ്മൾ വായിക്കുന്നത്, ഗോഡ്സ് ഇലക്ട് ആൻഡ് ദർ നോളജ് ഓഫ് ദ ട്രൂത്ത് ദാറ്റ് ലീഡ്സ് ടു ഗോഡ്ലിനെസ്. ഇവിടെ യാക്കോബ് പറയുകയാണ്, സത്യം വിട്ട് തെറ്റി. സോ ഇറ്റ് ഈസ് ഇംപോസിബിൾ to make truth a mere matter of holding some propositions or creedal statements in our heads. Truth is a living thing. When it grips our minds, it changes our lives. സത്യം നമ്മുടെ മൈൻഡിനെ, when it grips me, when God's truth grips me, ആ ഉപദേശരൂപം. അതുകൊണ്ടല്ലേ റോമാലേഖനം 6-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന ഉപദേശരൂപം എന്നൊക്കെ അതിനെ വിളിക്കുന്നത്. ഇന്നെവിടെയോ ഭയങ്കര അവേർഷൻ ഇതിനൊക്കെ എതിരെ വരുന്നുണ്ട്. ഇതൊക്കെ പിശാചിൻ്റെ വലിയ വഞ്ചനയാണ്, ദൈവവചനത്തിൽ നിന്നും ദൈവമക്കളെ വഴിതിരിച്ചു വിടുന്നത്. പ്രിയപ്പെട്ടവരെ, സോ when you are gripped with the truth, it changes your lives. പ്രിയപ്പെട്ടവരെ, so if we claim to know the truth, it will be evidenced by the way of life matching the truth. അതായത് എനിക്ക് സത്യം അറിയാമെങ്കിൽ, അത് ശരിക്കും എന്നെ ഗ്രിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കപ്പെടും. എൻ്റെ ജീവിതത്തെ അത് മാറ്റാനായിട്ട് തുടങ്ങും. അതുകൊണ്ടാണ് യേശു കർത്താവ് യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം, എൻ്റെ വാക്കുകളെ ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കണം, അതുകൊണ്ട് വാക്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞു പോകാം, റെഫറൻസുകൾ. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 31-32 വാക്യങ്ങളിൽ കർത്താവ് പറയുകയാണ്, തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് പറയുകയാണ്, നിങ്ങൾക്ക് ശരിക്ക്, ഇഫ് യു റിയലി നോ ദ ട്രൂത്ത്, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അതുമാത്രമല്ല, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിൽക്കുന്നതിനാലാണ് നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായിട്ട് അറിയപ്പെടാൻ പോകുന്നത്. നോക്കിയേ, ദൈവവചനത്തിൽ നിൽക്കുന്നതിനാലാണ് യു ആർ എ ഡിസൈപ്പിൾ. ആ സത്യം നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സത്യം എന്ത് ചെയ്യുമെന്നറിയാമോ? സ്വതന്ത്രമാക്കും. ട്രൂത്ത് വിൽ സെറ്റ് യു ഫ്രീ.
ഇവിടെ യാക്കോബ് പറയുക, ഇഫ് സംബഡി ഇഫ് നിങ്ങളിൽ ഒരുവൻ എന്ത് ചെയ്യുകയാണ്, സത്യം വിട്ട് തെറ്റിപ്പോയി. ഒരു വാക്യം കൂടെ ഒന്ന് വായിച്ചോ, സമയം തീരുകയാണെന്ന് എനിക്കറിയാം, എങ്കിലും നമ്മളിത് അവസാനിപ്പിക്കുകയല്ലേ. അതുകൊണ്ട് പ്ലീസ് ബെയർ വിത്ത് മീ ഇഫ് ഐ ടേക്ക് 3 or 4 minutes more. 2 Timothy 2 verses 17 to 18 ഒന്ന് വായിച്ചോളൂ. ആ ആ ആ ആ ആ നോക്കുക, അവർ സത്യം വിട്ട് തെറ്റിയേച്ച് ഇപ്പം എന്നാ പറയുന്നതെന്നറിയാം, അവർ പഠിപ്പിക്കുന്നത് എന്നാണെന്നറിയാം, പുനരുദ്ധാനമൊക്കെ എന്നേ കഴിഞ്ഞു. ഇപ്പം ചിലർ പറയുന്നുണ്ട് AD 70 കർത്താവ് വന്നേച്ച് പോയി അല്ലേ. അതിന് കുറേ വാക്യങ്ങളുണ്ട്. ദൈവം അനുവദിച്ചാൽ ആ വേദഭാഗങ്ങൾ നെക്സ്റ്റ് വീക്ക് ഒന്ന് എടുക്കണമെന്ന് ഞാൻ ചിന്തിക്കുക, ഗോഡ് വില്ലിങ്. കർത്താവ് വന്നേച്ച് പോയി, സത്യം വിട്ട് തെറ്റി. അവർ പുനരുദ്ധാനം കഴിഞ്ഞെന്ന് പറഞ്ഞ് ചിലരുടെ വിശ്വാസം മറിച്ച് കളയും. ആരുടെയാണെന്നറിയാം? അടുത്ത വായിച്ചേ. എന്നാൽ എങ്കിലും ട്രൂലി ഇഫ് ദർ ഈസ് ദ ട്രൂ സേവിങ് ഫെയ്ത്ത്, എങ്കിലും ദൈവത്തിൻ്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു. എന്നിട്ട് പറയുക, നമ്പർ 1, ആ ഒരു വേദഭാഗം തന്നെ നമുക്ക് വളരെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ദൈവം അനുസരിച്ച് നമ്മളത് ചിന്തിക്കും. കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു എന്നും. അപ്പോൾ കർത്താവിൻ്റെ നാമം ഉച്ചരിക്കുന്നവനെല്ലാം അനീതി വിട്ട് അകന്നുകൊള്ളട്ടെ. അപ്പോൾ ഈ സത്യം വിട്ട് തെറ്റിയാൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. സത്യം വിട്ട് തെറ്റിക്കഴിഞ്ഞാൽ പോയി. യൂദാ അപ്പോസ്തലൻ സത്യം വിട്ട് ചിലർ തെറ്റിക്കഴിഞ്ഞപ്പം എന്നോ പറ്റിയെന്ന് അവിടെ പറയുന്നുണ്ട്. യൂദായുടെ ലേഖനം ഒന്ന് വായിച്ചോളൂ. യൂദായുടെ ലേഖനം വാക്യം 4. നമ്മുടെ ദൈവത്തിൽ അപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്ന, നമ്മൾ താഴോട്ട് വായിച്ചു കഴിഞ്ഞാൽ മോറൽ കറപ്ഷൻ ബേസിക്കലി അടിസ്ഥാനപരമായിട്ട് ഒരു വ്യക്തി സത്യം വിട്ട് തെറ്റുന്നത്, ഒന്ന് ഉപദേശപരമായിട്ട് അവൻ തെറ്റും, അടുത്ത പടി ഹി വിൽ കറപ്റ്റ് ഹിംസെൽഫ് മോറലി. ഇത് രണ്ടും സംഭവിക്കും എന്നൊക്കെ പറയുമ്പോൾ അതിനൊക്കെ അല്പം വിശദീകരണം ആവശ്യമാണ്. ഇത് നമ്മൾ ആ ഭാഗം ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം അവിടെ വ്യക്തമാണ്. ഇവരെല്ലാം ആ കൂട്ടായ്മയിൽ ഉണ്ടായിരുന്നവരാ, പക്ഷെ സത്യത്തിൽ ഇവർക്ക് ദൈവമായിട്ടുള്ള ബന്ധമൊന്നും ഉണ്ടായിരുന്നവരല്ല. ഇവർ കൂട്ടായ്മയിലുണ്ട്, വലിയ ആൾക്കൂട്ടമാണ് ഇതിനകത്തുണ്ട്. കാരണം അവിടെ നമ്മൾ വായിക്കുന്നത് കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു എന്ന് പറഞ്ഞാൽ പോൾ അവിടെ ഇംപ്ലൈ ചെയ്യുന്നത് ഇവരെ ഒന്നും കർത്താവിന് അറിയത്തില്ലെന്ന് തന്നെയാണ്. See, whoever is straying away from the truth, സത്യം വിട്ട് തെറ്റുന്നവർ കർത്താവിനുള്ളവരല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. എനിവേ, എന്നാൽ ദൈവമക്കൾക്കുള്ളതാകുന്ന ശുശ്രൂഷ എന്താ? നമ്മുടെ ശുശ്രൂഷ we have to do. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം നമ്മൾ ഒരു വ്യക്തിയെ, ആ സത്യം വിട്ടു തെറ്റുന്ന ഒരുവനെ നമ്മൾ എന്ത് ചെയ്യണം? ടു റെസ്റ്റോർ ദ സിന്നർ. അതാണ് 5:19. സഹോദരന്മാരെ, നിങ്ങളിൽ ഒരുവൻ സത്യം വിട്ട് തെറ്റിപ്പോവുകയോ അവനെ ഒരുവൻ തിരിച്ചു. അപ്പോൾ ആ മ്യൂച്വൽ മിനിസ്ട്രിയെക്കുറിച്ച് ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ പറഞ്ഞല്ലോ 2-3 മിനിറ്റുകളിലൂടെ ഞാൻ കൂടുതലായിട്ട് എടുക്കുമെന്ന് നേരത്തെ പറഞ്ഞു. ഈ കാര്യം അപ്പോസ്തലനായ പൗലോസ് പറയുന്നതൂടെ ഒന്ന് പറഞ്ഞ് ഞാനങ്ങ് അവസാനിപ്പിക്കാം. ഗലാത്യ ലേഖനം 6:1 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്.
ഇവിടെ നമ്മൾ എന്നിട്ട് പറയാം, നീയും പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക. ഇവിടെ പൗലോസ് പറയുന്ന ഒരു കാര്യം, എങ്ങനെയാണ് യഥാസ്ഥാനപ്പെടുത്തുന്നത്? പല കാര്യങ്ങളും ഇവിടെയുണ്ട്. ഒന്ന്, Paul tells us what to do. Secondly, Paul tells us who are to do it. And thirdly, how it is to be done. ഒന്നാമത് നമ്മൾ വായിക്കുന്നത് what to do. അവിടെ നമ്മൾ വായിക്കുന്നത്, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ അവനെ യഥാസ്ഥാനപ്പെടുത്തുവിൻ. യഥാസ്ഥാനപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്ക് സത്യത്തിൽ മെഡിക്കൽ ടേംസായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഡിസ്ലൊക്കേഷൻ വന്ന ഒരെല്ല് പിടിച്ച് ഇടുന്ന ആ കാര്യത്തിനാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത്. പക്ഷേ പ്രശ്നം എന്താണെന്നറിയാമോ? ഈ ഡിസ്ലൊക്കേഷൻ വന്നത് പിടിച്ചിടുന്നത് അല്പം ബുദ്ധിമുട്ടാണ്. അത് പിടിച്ചിടാൻ അറിയാൻ വയ്യാത്തവർ ഇട്ട് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. ഞാനൊരിക്കൽ ഓർക്കുന്നുണ്ട്, ഒരു കൊച്ചു കുഞ്ഞിൻ്റെ കൈ ഇവിടുന്ന് അങ്ങ് ഇളകിപ്പോയി. ഇവിടുന്ന് അങ്ങ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആ ഡോക്ടർ ഭയങ്കര, അദ്ദേഹത്തിൻ്റെ ആ സ്കില്ല് കണ്ട് ഞാൻ അമ്പരന്ന് പോയി. അതായത് ഇങ്ങനെ അവനോട് വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തിരിച്ചത് ഇട്ട് കഴിഞ്ഞു. അതാ സ്കില്ല്. അത് ഫിസിക്കലി ഉള്ള കാര്യമാണ്. എന്നാൽ സ്പിരിച്വലി ഇവിടെ നമ്മൾ വായിക്കുന്ന ഒരു കാര്യം സത്യത്തിൽ എന്താ? ആരാ അത് ചെയ്യേണ്ടത്? ഹൂ ഈസ് ടു ഡു ഇറ്റ്? ആത്മീകരായ നിങ്ങൾ എന്ന് പറഞ്ഞാൽ, ആത്മീകരാകുന്ന നിങ്ങളെന്ന് പറഞ്ഞാൽ all Christians are indwelt by the Spirit. Therefore, all born again children are spiritual. No problem. അതാണ് നമ്മൾ വായിക്കുന്നത്. എന്നാൽ ഇവിടെ മെച്വർ ക്രിസ്ത്യൻസിനെ കുറിച്ചാണ് പറയുന്നത്. To be led by the Spirit and to walk by the Spirit and to bear the fruit of the Spirit. They are called spiritual Christians. ഇവിടെ പൗലോസ് ആത്മീകരെന്ന് പറയുന്നത് ആത്മാവിനാൽ നയിക്കപ്പെടുന്ന, ആത്മാവിനാൽ നടത്തപ്പെടുന്ന, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന, ആത്മാവിൻ്റെ വരം പുറപ്പെടുവിക്കുന്ന, വരമല്ല ഫലം. നമുക്കറിയാലോ, ആത്മാവിൻ്റെ ഫലമോ സ്നേഹം. നോക്കിയാൽ അപ്പോൾ ഈ സ്നേഹവും സന്തോഷവും സൗമ്യതയും താഴ്മയും വിനയവും ഉള്ള ഒരാൾ കാര്യങ്ങൾ ഡീല് ചെയ്യുന്നത്, ഇറ്റ് ഈസ് സോ ഡിഫറെൻറ്റ്. അതുകൊണ്ടാണ് പോൾ പറയുന്നത്, ആത്മീകരാകുന്ന നിങ്ങൾ അവനെ എങ്ങനെ യഥാസ്ഥാനപ്പെടുത്തണം? See, only spiritual people are gentle. Only spiritual people are gentle. Gentle Christians ആരാന്നറിയോ? അവർ സ്പിരിച്വലാണ്. അവർ സ്പിരിച്വലാണ്. ജെൻറ്റിലായിരിക്കും അവർക്ക്. ആ ജെൻറ്റിൽനെസ്, യു ക്യാൻ ഫീൽ ദാറ്റ് ജെൻറ്റിൽനെസ്, യു ക്യാൻ ഫീൽ ദാറ്റ് ഗ്രേസ്. ദൈവത്തിൻ്റെ കൃപയുടെ ആ വ്യാപനം, ആ താഴ്മ, ആ ദൈവകൃപ നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും പ്രിയപ്പെട്ടവരെ. എന്നിട്ട് പറയുക, അങ്ങനെയുള്ളവരുടെ ഒരു സവിശേഷത എന്താണെന്നറിയാമോ? അവിടെ പോൾ വാൺ ചെയ്യുന്നുണ്ട്, നീയും പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എ ജെൻറ്റിൽ ക്രിസ്ത്യൻ is a person who knows full well, if it is not God's grace, I too will fall. അവൻ എപ്പോഴും അങ്ങനെയാണ് ചിന്തിക്കുന്നത്. ജെൻറ്റിൽ ക്രിസ്ത്യൻസിൻ്റെ സവിശേഷത എന്താ? അവൻ ചിന്തിക്കുകയില്ല, അവൻ വേറൊരുത്തനെ ലുക്ക് ഡൗൺ ചെയ്യുകയില്ല. നേരെ മറിച്ച്, ദൈവം എന്നെ നിർത്തിയില്ലെങ്കിൽ കർത്താവേ, ഞാൻ അതിനേക്കാളും അധമനാകാൻ അതിനുള്ള പ്രവണത, that propensity is in me. Lord, I acknowledge that. I know I too can fall if it is not for your grace. അങ്ങയുടെ കൃപയില്ലെങ്കിൽ എനിക്ക് നിൽക്കാൻ കഴിയില്ല. And that knowledge of fallenness, ആ വീഴ്ചയ്ക്ക് സാധ്യതയുണ്ടെന്നുള്ള തിരിച്ചറിവ്, that will make him gentle. അവൻ അഹങ്കാരിയാകുകയല്ല. അവനറിയാം he too can fall. ഇവിടെ നമ്മൾ വായിക്കുന്നത് എന്താ? അങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ
യാക്കോബ് പറയുക, ലെറ്റ് ഹിം നോ ദാറ്റ് whoever brings back a sinner from his wandering will save his soul from death and will cover a multitude of sins. അത് പഴയ നിയമത്തിലെ സദൃശ്യവാക്യത്തിലെ ഒരു വേദഭാഗത്തിൻ്റെ ഉദ്ധരണി അവിടെ യാക്കോബ് പറയുകയാണ്. എങ്കിലും നമ്മൾ യാക്കോബിൻ്റെ ലേഖനം ഒരുവിധമൊക്കെ നമ്മൾ കഴിയുന്നിടത്തോളം അത് എക്സ്പ്ലെയിൻ ചെയ്യുവാൻ, ദൈവകൃപയിൽ ആശ്രയിച്ച് അതിനെക്കുറിച്ച് ധ്യാനിപ്പാൻ നമുക്കിടയാക്കി തീർത്തു. അതിൻ്റെ മേജർ ടേക്ക് അവേ എന്താ? മാർട്ടിൻ ലൂതർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. മാർട്ടിൻ ലൂതർ, ഗ്രേസ്, ഫെയ്ത്ത് അലോൺ സേവ്സ് എ സിന്നർ, ബട്ട് ദ ഫെയ്ത്ത് ദാറ്റ് സേവ്സ് എ സിന്നർ ഈസ് നോട്ട് അലോൺ. Faith alone saves a sinner, but the faith that saves a sinner is not alone. വിശ്വാസം മാത്രമാണ് ഒരു പാപിയെ രക്ഷിക്കുന്നത്. എന്നാൽ പാപിയെ രക്ഷിക്കുന്ന വിശ്വാസം തനിച്ചല്ല. ഇറ്റ് വിൽ ബി പ്രൂഫ്ഡ് ഇൻ ലൈഫ്. പ്രൂഫാ അല്ലാതെ ആ പ്രവൃത്തി നമ്മളെ രക്ഷിക്കുകയല്ല. ചിലർ പറയുന്നുണ്ട്, നീ ജീവിച്ചാൽ സ്വർഗത്തിൽ പോകും. അങ്ങനല്ല. ജീവിച്ചാലല്ല സ്വർഗത്തിൽ പോകുന്നത്. അങ്ങനെ ജീവിച്ച് സ്വർഗത്തിൽ പോകാൻ എനിക്ക് പറ്റുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. പിന്നെയോ, ഇഫ് ഐ എം ഓൺ ദ വേ ടു ഹെവൻ, ഹൗ ഡു യു നോ? ഐ വിൽ നോ ഹൗ ഐ റെസ്പോണ്ട് ടു സിൻ. പാപത്തിനെതിരെ എൻ്റെ പ്രതികരണം എന്താ? ജീവിത സാഹചര്യങ്ങളിൽ, എൻ്റെ രഹസ്യ ജീവിതത്തിൽ, എൻ്റെ ചിന്തയിൽ, എൻ്റെ വാക്കുകളിൽ, എൻ്റെ പ്രവൃത്തിയിൽ എങ്ങനെയാണ് ഞാൻ ജീവിക്കുന്നത്? അത് പ്രൂവ് ചെയ്യുന്നത് ഞാൻ സേവിങ് ഫെയ്ത്ത് എന്നിലുണ്ടോ എന്നുള്ളതാണ്. ദാറ്റ് ഈസ് അതാണ് നമ്മൾ വായിച്ചത്, അതാണ് നമ്മൾ ചിന്തിച്ചത്. നമ്മൾ മറന്നു പോകരുത്. എന്താ നമ്മൾ യാക്കോബിൻ്റെ ലേഖനം പഠിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട സെൻറ്റൻസാണ് നമ്മളതെടുത്തത്. ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും? എന്താ? എല്ലാ ദിവസവും ജോസഫ് അത് നമ്മുടെ ഗ്രൂപ്പിലിടുന്ന ഓർക്കുന്നില്ലേ? അയ്യോ, ഓർക്കുന്നില്ലേ? ടെസ്റ്റ് ഓഫ് ട്രൂ ഫെയ്ത്ത്. അതാ യാക്കോബിൻ്റെ ലേഖനം. ട്രൂ ഫെയ്ത്തിൻ്റെ ടെസ്റ്റ് എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ദിസ് ഈസ് വാട്ട് ജെയിംസ് റൈറ്റ്സ്. യാക്കോബ് അതാ എഴുതുന്നത്. യാക്കോബും പോളും തമ്മിൽ ഒരു കോൺട്രഡിക്ഷനും ഇല്ല. അത് നമ്മൾ ചിന്തിച്ചതാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഈ സന്ദേശം ദൈവം ആഴത്തിൽ എഴുതട്ടെ. നമ്മുടെ ജീവിതത്തെ കർത്താവ് മാറ്റട്ടെ. കർത്താവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ഒരു ജനമാക്കി ദൈവം നമ്മെ തീർക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരന്മാരൊരാൾക്ക് പ്രാർത്ഥിക്കാം. അതിന് ശേഷം പ്രിയ അച്ഛന് ആശീർവാദം പറഞ്ഞ് മീറ്റിംഗ് അവസാനിപ്പിക്കും.